നെന്മാറയിൽ ഒരു 3 പേരെ കൊലപ്പെടുത്തിയ തെണ്ടി, അല്ലെങ്കിൽ അവനെ എനിക്ക് കൂടുതൽ വിളിക്കണമെന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് വീഡിയോ കുട്ടികളൊക്കെ കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനത് ചുരുക്കി വിളിക്കുന്നതാണ്. അത് മറ്റുള്ള ഭാഷകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു നായിൻ്റെ മോനെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്ത് അവനവിടെ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം 58 വയസ്സുണ്ട്. ഈ പോലീസുകാർ, എനിക്ക് തോന്നുന്നത് ഈ നെന്മാറ പോലീസുകാരൊക്കെ ഇവർ ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്ന ആളുകളുടെയൊക്കെ ഒരു രക്ഷകർത്താവാണ് ഈ ചെന്താമര എന്ന് തോന്നുന്നു. കാരണം ചെന്താമരയെ പറ്റി സംസാരിക്കുമ്പോൾ ചിരിയും 100 നാവും ഒക്കെയാണ്. ആ മരിച്ചുപോയ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു വാക്കുകൾ ഇവർ പറയുന്നില്ല, അവർക്ക് നീതിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. ചെന്താമര ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എത്രയോ ആളുകൾ ഈ ന്യൂസൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഉളുപ്പ് വേണ്ട പോലീസുകാരെ ഈ ഒരു പരിപാടി കാണിക്കുമ്പോൾ. ആ കുഞ്ഞുങ്ങൾ ഈ ന്യൂസ് കാണുന്നതല്ല. കുഞ്ഞുങ്ങൾ എന്തായി നീതി കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് പോലും നിങ്ങളൊന്നും ബേസിക് ആയിട്ടുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ? ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ല അവരുടെ വീട്ടുകാരെല്ലാവരും അവൻ തീർത്തു. ബാക്കിയുള്ള നാട്ടുകാർ കാണുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ടൊക്കെ നിൻ്റെയൊക്കെ ഈ പ്രസ്താവന ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര മോശമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറയുന്ന ഈ ചെന്താമര എടുത്ത് ന്യൂസുകാരൊക്കെ ചെന്ന് ചോദിക്കുന്നുണ്ട് ഈ ചെയ്ത കേസിൽ കുറ്റബോധം ഉണ്ടോ എന്ന്. അപ്പോൾ തന്തയില്ലാത്തവൻ പറയുന്ന ഒരു വാക്കുകൂടെ ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം, നിങ്ങളിപ്പോൾ നോക്കിയോ. ഇരട്ടക്കൊല നടത്തിയത് താൻ തന്നെയാണെന്നും അതിൽ പശ്ചാത്താപമൊന്നുമില്ല എന്നും മാധ്യമങ്ങളോട് പറഞ്ഞ് ചെന്താമര തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോഴാണ് കൊലയാളിയുടെ ഈ പ്രതികരണം. കുറ്റബോധമല്ല, എന്റെ കുടുംബത്തിന് നശിപ്പിച്ചു, അതറിയില്ല നിങ്ങള്. 2010 വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റിയിട്ടില്ല. മകള് എഞ്ചിനീയറാണ്, അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്ഷര ഫൗണ്ടേഷൻ പഠിപ്പിക്കണം, അക്ഷര ഫൗണ്ടേഷൻ എത്തിക്കണം അവളെ. കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ചേരുന്നു. പ്രിയ, കേരളമാകെ നടുങ്ങിയ കൊലപാതക കേസിലെ പ്രതിയാണ്. ഇന്നലെ തെളിവെടുപ്പിന് വന്നപ്പോഴും യാതൊരു കൂസലുമില്ലായിരുന്നു, ഭാവ വ്യത്യാസങ്ങളില്ലായിരുന്നു. പോലീസിനോടൊക്കെ പറയുന്നത് ഒരു കൊല നടത്താൻ കഴിയാത്തതിലുള്ള നോക്കി എന്തിനാണ് ചിരിച്ചതെന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ ചെന്താമരയുടെ മറുപടി ഇതാണ്. അതായത് പുഷ്പ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി സാറേ, അതുകൊണ്ടാണ് പല്ല് കടിച്ചതെന്ന്. അത് പേടിക്കണ്ട ചെന്താമര, നിനക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്റെ മക്കളായിട്ടുള്ള പോലീസുകാരൊക്കെ ഉണ്ടല്ലോ അവിടെ, അവന്മാർ സപ്പോർട്ട് ചെയ്തോളൂ. അവന്മാർ ഇനിയും നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനുള്ള വഴിയൊക്കെ ഒരുക്കി തരും, നീ പേടിക്കണ്ട. അപ്പോൾ ഈ പറയുന്ന ചെന്താമരയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അവന് സ്റ്റേഷനിൽ കിട്ടുന്ന ഒരു പരിഗണന, അവനിത്തിരി പ്രായമുണ്ട് എന്നുള്ളൊരു പരിഗണന സ്റ്റേഷനിൽ കിട്ടുന്നുണ്ടാവും. അത് കുറ്റവാളിയാണെങ്കിൽ ഇവർ കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ പോലും ഇവർ കൊടുക്കുന്നുണ്ടാവും. ആവശ്യമില്ലധികം പരിഗണനയും ലാളനയും കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഈ ചെന്താമര എന്ന് പറയുന്ന പോലീസുകാരുടെ അച്ഛൻ ഇവൻ അവിടെ വന്ന സമയത്ത് പറയുന്നത് അതിൻ്റെ വിഷമമുണ്ട്. പോലീസുകാർ കീഴിൽ നിൽക്കുമ്പോഴും ഇത്രയും തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും അവനൊരു പേടിയില്ല, ഇതൊക്കെ ചെയ്താലും പോലീസുകാരൊന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ്. ജനമൈത്രി പോലീസ് നമുക്കറിയാം. എന്നാലും പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ ഒരു വഴിയിൽ നിന്നിരുന്ന വീട്ടിൽ എന്താ പറയുക, കുടുംബത്തിൽ ഒരാളെ ആക്കാൻ നിന്ന ഒരു സ്ത്രീയെ അവരെ അതിക്രമിച്ച് അവരെ മർദ്ദിച്ച് അവശയാക്കി തോളല് പൊട്ടലും അങ്ങനെ നിലത്തിട്ട് ചവിട്ടുകയൊക്കെ ചെയ്ത ഒരു തെണ്ടി പോലീസുകാരുണ്ടായിരുന്നു. ഇവനെയൊക്കെ ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. പോലീസിനോട് ബഹുമാനമുണ്ട്, പക്ഷേ ഇങ്ങനത്തെ നായിൻ്റെ മക്കളെ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവന്മാർ ഇതുപോലുള്ള കുറേ ആളുകൾ സേനയിലുണ്ട്. കാരണം നല്ല ആളുകൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഇതുപോലുള്ള ചെന്താമരയെ പോലുള്ള ക്രിമിനൽസിന് ഒരു നല്ലൊരു രീതിയിൽ അവർക്കൊരു സപ്പോർട്ട് കിട്ടും. ആ സപ്പോർട്ടിന്റെ ഫലമായിട്ട് തന്നെ ഈ ചെന്താമരയെ പോലുള്ള ഇതുപോലെയുള്ള കൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികൾക്ക് ഒരു പിന്തുണ കിട്ടുന്നതിന്റെ ഫലമായിട്ട് ഇവരുടെ ഉള്ളിലെ പേടിയെങ്കിലും ഇല്ലാണ്ടാവും. പോലീസുകാരൊന്നും ചെയ്യത്തില്ല, എന്തൊക്കെ ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ. അവർ പരിഗണന, പ്രായത്തിന്റെ ഒരു പരിഗണന കിട്ടും, അല്ലെങ്കിൽ അവനെ ഒരു എന്താ പറയുക VIP പരിഗണന കിട്ടിക്കൊണ്ട് അവനകത്ത് കിടക്കാന്നുള്ള രീതിയിലൊക്കെയാണ് അവന്റെ മൈൻഡ്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞത് പുഷ്പയെ കൊല്ലാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് പല്ല് കളിച്ചത്. പക്ഷേ അവന്റെ ഒരു ആവശ്യം ഇതാണ്, അവന്റെ മക്കൾക്ക് ആ വീട് കൊടുക്കണം. അതായത് അവന്റെ വീട് അവന്റെ മക്കള് പഠിക്കാൻ വേണ്ടി മോക്ക് കൊടുക്കണമെന്ന്. ഈ മറ്റുള്ളവരുടെ ജീവൻ എടുത്ത 2 കുഞ്ഞുങ്ങളെ അനാഥമാക്കിയിട്ട് നിന്റെ മണ്ണും സ്വത്തും അല്ലേ ഇനി അവർക്ക് കൊടുക്കാടാ. ഇനി നിന്റെ നാണല്ല, നിന്റെ മക്കളാണ് ഇതിൻ്റെയൊക്കെ അനുഭവിക്കാൻ പോവുക. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പറയാനായിട്ട്. നീ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിന്റെ മക്കൾ അനുഭവിക്കും. നീ എന്തായാലും നരയിച്ച് മരിക്കുകയും ചെയ്യും. അത് പോലീസുകാരുടെ കൈ കൊണ്ടല്ലെങ്കിൽ വേറെ രീതിയിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നീ അത് തീർന്നിരിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഇവനെ പോലെയുള്ള ചെറ്റയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ വസ്തുക്കൾ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവൻ എടുത്തതിന് ശേഷം അവന്റെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം, അല്ലെ അവന്റെ മക്കളെ വാഴ്ത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വസ്തു നിങ്ങൾ കൊടുക്കേണ്ടത് ആരും ഉറ്റവരില്ലാതാക്കിയ അല്ലെങ്കിൽ ഉറ്റവരില്ലാതാക്കപ്പെട്ട ആ കുട്ടികൾക്കാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കാൻ പോലീസുകാരെ. അല്ലാണ്ട് ഇങ്ങനെ വന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങൾ അവനെ കൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ പ്രസ്താവനയൊക്കെ നടത്തുമ്പോൾ വെറും പുച്ഛമാണ് നിങ്ങളോട് തോന്നുന്നത്, വെറും പുച്ഛം.